വീണ്ടും ആണവായുധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള നീക്കവുമായി ഉത്തര കൊറിയ രംഗത്ത്. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ അധ്യക്ഷതയിൽ വ്യാഴാഴ്ച ചേർന്ന വർക്കേഴ്സ് പാർട്ടിയുടെ സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ യോഗത്തിലാണ് സൈന്യത്തെ ആധുനീകരിക്കാനുള്ള നിർണായക തീരുമാനങ്ങൾ രാജ്യം സ്വീകരിച്ചത്. ആണവായുധ ശേഷിയും സൈന്യത്തെ നവീകരിക്കാനുമുള്ള തീരുമാനമാണ് യോഗത്തിൽ കൈക്കൊണ്ടതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എല്ലാത്തരം ഭീഷണികളെയും നേരിടാൻ ശേഷിയുള്ള ശക്തമായ സൈന്യത്തിന് മാത്രമേ രാജ്യത്തിന്റെ സുരക്ഷയും സമാധാനവും ഉറപ്പാക്കാൻ കഴിയൂ എന്ന് കിം ജോങ് ഉൻ യോഗത്തിൽ വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി ഉത്തര കൊറിയ ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. ആയുധ സംവിധാനങ്ങളുടെ സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾ പുതുക്കാനും സൈനിക താവളങ്ങൾ കൂടുതൽ ആധുനികവും ശാസ്ത്രീയവുമാക്കാനും പദ്ധതികൾ ആവിഷ്കരിച്ചു. ഉത്തര കൊറിയയുടെ സൈനിക രഹസ്യാന്വേഷണ ഏജൻസിയായ റിക്കനൈസൻസ് ജനറൽ ബ്യൂറോയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. നാവികസേനയുടെ പങ്ക് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതിയ നാവിക താവളങ്ങൾ നിർമ്മിക്കാനും കപ്പൽശാലകളുടെ ശേഷി വർദ്ധിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. പുതിയ നീക്കങ്ങളെ അയൽരാജ്യമായ ദക്ഷിണ കൊറിയ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും ഭാഗത്തു നിന്നുള്ള സൈനിക ഭീഷണികൾ നേരിടാൻ തങ്ങളുടെ നാവികസേനയെ ആണവായുധം പ്രയോഗിക്കാനാവുന്ന അത്യാധുനിക സേനയെ മാറ്റുകയാണെന്ന് ഉത്തര കൊറിയൻ ഭരണാധികാരി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിച്ചതോടെയാണ് രാജ്യത്തിന്റെ കരുത്ത് കൂട്ടാനും വേണ്ടിവന്നാൽ തിരിച്ചടിക്കാനുമായി പ്രതിരോധ ശേഷി അതിവേഗം വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം അന്ന് വ്യക്തമാക്കിയത്. കൊറിയൻ ഉപദ്വീപിലെ സാഹചര്യം ആണവ യുദ്ധത്തിന്റെ വക്കിലേക്ക് നീങ്ങുകയാണെന്ന് കിം ജോങ് ഉൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ ആണവ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള സൈനിക ശേഷി അതിവേഗത്തിൽ വർദ്ധിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി. ദക്ഷിണ കൊറിയ ആണവ അന്തർവാഹിനികൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതിനെ ഉത്തര കൊറിയ ശക്തമായി വിമർശിച്ചിരുന്നു. ഇതിനു മറുപടിയായി ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള പുതിയ യുദ്ധക്കപ്പലുകളും 10,000 ടൺ ക്ലാസ് തന്ത്രപ്രധാന ഗൈഡഡ് മിസൈൽ ക്രൂയിസറുകളും നിർമ്മിക്കാനുള്ള പദ്ധതികൾ ഉത്തര കൊറിയ വേഗത്തിലാക്കി. തങ്ങളുടെ ആണവ നയം ഒരിക്കലും മാറ്റാനാകാത്തതാണെന്ന് ഉത്തര കൊറിയ ആവർത്തിച്ചു. ആണവ നിരായുധീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇനി സ്ഥാനമില്ലെന്ന് കിമിന്റെ സഹോദരി കിം യോ ജോങ്ങും വ്യക്തമാക്കിയിരുന്നു. യുഎസുമായും ദക്ഷിണ കൊറിയയുമായും നിലനിൽക്കുന്ന കടുത്ത ഭിന്നതകൾക്കിടയിലാണ് നാവികസേനയെ കൂടി ഉൾപ്പെടുത്തി ആണവ പ്രതിരോധം ശക്തമാക്കാനുള്ള ഉത്തര കൊറിയയുടെ നീക്കം. അതേസമയം ഇറാന്റെ ആണവായുധ ശേഷി ഇല്ലാതാക്കാനെന്ന് അവകാശപ്പെട്ട അമേരിക്ക ഇസ്രയേലിനൊപ്പം നടത്തിയ ആക്രമണം സമാധാന കരാർ ശ്രമങ്ങളിലേക്ക് വഴിമാറിയതിനിടെ സ്വന്തം ആണവശേഷി വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ ഉത്തര കൊറിയ പുറത്തുവിട്ടിരുന്നു. ഉത്തര കൊറിയൻ ഭരണാധികാരി തങ്ങളുടെ ആണവ ആവനാഴിയിലെ ഏറ്റവും പുതിയ കാൽവെപ്പായ പുതിയ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് സന്ദർശിക്കുന്നതിന്റെ ചിത്രമാണ് ഒരു മാസം മുൻപ് പുറത്തു വന്നിരുന്നത്. ഉത്തര കൊറിയ തങ്ങളുടെ ആണവശേഖരം അതിവേഗം വർദ്ധിപ്പിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന US ഇന്റലിജൻസ് വിശകലനങ്ങൾ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നു. സെൻട്രിഫ്യൂജുകളുടെ നിരകൾക്കിടയിലൂടെ കിം നടന്നു പോകുന്നതാണ് പുറത്തുവിട്ട ചിത്രം. കിമ്മിനൊപ്പം ആണവ ശാസ്ത്രജ്ഞരും ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. 5 വർഷത്തെ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ കൈവരിച്ചതിന് ആണവ ശാസ്ത്രജ്ഞരെ കിം പ്രശംസിച്ചു. രാജ്യത്തിന്റെ ആണവശേഷി ഊഹിക്കാവുന്നതിലും അപ്പുറമെന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ പ്ലാന്റിൽ കൂടുതൽ അത്യാധുനികമായ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നതെന്ന് ഉത്തര കൊറിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. 5 വർഷത്തിനിടെ ഉത്തര കൊറിയ ആയുധമുണ്ടാക്കാനുള്ള ആണവ സാമഗ്രികൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുതിയ പ്ലാന്റ് ആണവ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തങ്ങളുടെ ആണവശേഷി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ഉത്തര കൊറിയ പുറത്തുവിടുന്നത് ഇതാദ്യമല്ല. 2024 സെപ്റ്റംബറിന് ശേഷം ഇത് 3ാം തവണയാണ് ഇത്തരം ചിത്രങ്ങൾ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്നത്. കിം സന്ദർശിക്കുന്നത് യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റോ ആണവ സാമഗ്രി ഉൽപ്പാദന കേന്ദ്രമോ ആണെന്ന് വാർത്താ ഏജൻസികൾ വ്യക്തമാക്കിയില്ല. അമേരിക്കയുമായുള്ള ആണവ നിരായുധീകരണ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് കിം 5 വർഷത്തെ പുതിയ പദ്ധതി നടപ്പിലാക്കിയത്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് കിമ്മുമായി നടത്തിയ 3 കൂടിക്കാഴ്ചകളും പരാജയമായിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.